ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് യുഎയിലെ കോർഫക്കാൻ ബീച്ചാണ്. ഇവിടെ വാട്ടർ സ്പോർട്സിന് ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് പ്ലേസ് ആണ്. കാരണം ബാക്കി ഏത് സ്ഥലത്ത് വെച്ച് നോക്കിയാലും എല്ലാ ബീച്ചുകളിലും ഹൈ കോസ്റ്റാണ്. ഈ കോർഫക്കാൻ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഷാർജ എമിറേറ്റിലാണ്. യുഎയിലെ ഏക സ്വാഭാവിക ആഴക്കടൽ തുറമുഖമാണ് ഈ കോർഫക്കാൻ ബീച്ച്. യുഎയിലെ മാൽദ്വീപ് എന്നാണ് ഈ കോർഫക്കാൻ ബീച്ച് അറിയപ്പെടുന്നത്. ഇവിടെ വെളുത്ത മണൽത്തരികളും പവിഴപ്പുറ്റുകളും ഒട്ടേറെ സീ സ്പോർട്സും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. മാത്രമല്ല, നമുക്കിവിടെ നിന്ന് ഒരു ബോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്നൂപ്പി ഐലൻഡിൽ പോകാൻ പറ്റും. ഇവിടെ തെളിഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലക്ഷദ്വീപിലും മാൽദീവ്സിലൊക്കെ സ്നോർക്കലിങ് ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ വെക്കേഷനിൽ ഫ്രണ്ട്സായിട്ടാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ള ഓപ്ഷനും അല്ലെങ്കിൽ അവിടെ അടുത്തായിട്ട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഈ ബോട്ട് യാത്ര നല്ല അടിപൊളിയാണ്. നമുക്ക് രണ്ട് സൈഡിലും ചെറിയ മലകൾ പോലുള്ള പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു സൈഡിൽ നമ്മളുടെ നാട്ടിലെ പുലിമുട്ടിലെ അതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ആ ഒരു മല കാണുന്നില്ലേ, അവിടെയാണ് ഈ ബോട്ടൊന്ന് സ്റ്റോപ്പ് ആവുക. നമുക്ക് സ്നോർക്കലിങ്ങിനുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്നോർക്കലിങ് ചെയ്യാവുന്നതാണ്. അതല്ല, നമുക്ക് വെള്ളത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആ ഭാഗത്ത് ആഴമൊക്കെ കുറവാണ്. നമുക്ക് എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇറങ്ങാനൊക്കെ പറ്റും. വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന ചപ്പലാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കാലിൽ മുറിവ് പറ്റാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം അവിടെ പവിഴപ്പുറ്റുകളുടെയും അതുപോലെ സീഷൽസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് അധികം ഐറ്റംസ് ഒന്നും എടുത്തുകൊണ്ട് പോകാനായിട്ട് സമ്മതിക്കില്ല. ഈ ബോട്ട് റൈഡ് എന്ന് പറയുന്നത് വളരെയധികം മനോഹരമായിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ നാട്ടിലെ കടലിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ മലകളൊക്കെ കാണാൻ പറ്റും, ഇല്ല അല്ലേ? പക്ഷേ ഇവിടെ അതിനുള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് കടലിൽ കൂടെ ബോട്ടിൽ പോകുമ്പോൾ രണ്ട് സൈഡിൽ മലനിരകളൊക്കെ കാണാൻ പറ്റും. അധികം ദൂരമൊന്നുമില്ല ഈ സ്നൂപ്പി ഐലൻഡിലേക്ക്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്ന് ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് വരുമ്പോൾ പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് കുറച്ച് നേരം സൊറ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഈ ഐലൻഡ് എത്തും. ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഐലൻഡിൽ കയറി സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചെറിയൊരു മലയിടുക്കാണ് സംഭവം. പക്ഷെ അവിടെ നമുക്ക് വെള്ളത്തിന് ആഴം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനും പവിഴപ്പുറ്റുകളെ നിരീക്ഷിക്കാനും മത്സ്യങ്ങളെ കാണാനൊക്കെ പറ്റും. നമുക്ക് പിന്നെ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ ബോട്ട് റിട്ടേൺ എടുക്കുകയും ചെയ്യും. ഞങ്ങൾ എക്സ്ട്രാ വയർ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാത്ത കാരണം കൊണ്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല. അങ്ങനെ തന്നെ ബോട്ട് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് സ്നൂപ്പി ഐലൻഡ് വരെ പോയി അവിടെ നിന്ന് റിട്ടേൺ വീണ്ടും വന്നു, അത്രമാത്രം. പക്ഷേ ഈ ഒരു ബോട്ട് റൈഡ് എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല എൻജോയബിളാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ബീച്ചിൽ ബോട്ടിൽ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതും നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നമുക്കിതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന മീനുകളൊക്കെ കാണാൻ പറ്റൂട്ടോ. അപ്പം ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി നോക്കൂ. അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.